എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. നാടൊരുമിച്ചു, ദുരന്തത്തിന്റെ ആഴം കുറച്ചു. താനൂർ തൂവൽ തീരത്തെ ബോട്ട് ദുരന്തത്തിന്റെ ആഴം കുറച്ചത് ഒരു നാടിന്റെ കരുതലും ജീവൻ പണയപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനവുമാണ്. അപകട വിവരം അറിഞ്ഞതു മുതൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു നാട്ടുകാർ. ഭക്ഷണം പോലും കഴിക്കാതെയും പരിക്ക് വകവയ്ക്കാതെയും ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു താനൂരിലെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും. ഞായറാഴ്ച രാത്രി 7:30 താനൂർ ഉട്ടുംപുറം തൂവൽ തീരത്ത് ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. കരയിൽ നിന്ന് അല്പദൂരം പിന്നിട്ടതോടെയാണ് ബോട്ട് ആടിയുലഞ്ഞ് തലകീഴായി മറിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന് പുറമെന്ന് എത്തിച്ചേരാവുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. സർവീസ് നടത്തിയിരുന്ന ഒരു ടൂറിസ്റ്റ് ബോട്ട് യാത്രക്കാരെ കരയിൽ എത്തിച്ച ശേഷം അപകടമുഖത്തെത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് ഈ ബോട്ടാണ്. അപ്പോഴേക്കും അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന TDRF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപകടവിവരം പുറലോകമറിഞ്ഞതോടെ താനൂരിലേക്ക് ജനം ഒഴുകിയെത്തി. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സാധാരണക്കാരും പുഴയിൽ തിരച്ചിലിറങ്ങി. പുഴയിലിറങ്ങിയവരെല്ലാം മണിക്കൂറുകൾക്ക് ശേഷമാണ് കരക്ക് കയറുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെയായിരുന്നു നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. വെളിച്ചക്കുറവായിരുന്നു തുടക്കത്തിൽ രക്ഷാപ്രവർത്തകർ നേരിട്ട പ്രധാന വെല്ലുവിളി. പുഴയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയതിനാൽ അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് കണ്ടെത്താനായി. ഏകദേശം ഒരു 7 മണിക്ക് ശേഷമാണ് ബോട്ട് എടുത്തത്. ബോട്ടിൽ ഞങ്ങൾ സ്നേഹിതന്മാരടക്കം ഏകദേശം 5 പേരും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ ഇതേപോലെ പോകാറുണ്ട്. ഇന്നൊരു കൗതുകം തോന്നിയപ്പോൾ ബോട്ടിൽ കയറിയതാണ്. ഏകദേശം ഒരു 100-400 മീറ്റർ പോയതിൻ്റെ ശേഷമാണ് ഈ ബോട്ട് സൈഡിലേക്ക് തല കുയായി പെട്ടെന്ന് തന്നെ മുങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഞാനടക്കം എല്ലാവരും വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. മുകളിലുള്ളവർ, ഉള്ളിലുള്ളവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. കാരണം കടക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പുറത്ത് വീണ സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം കൊടുത്ത മൊബൈലായിരുന്നു. കാരണം ലൈറ്റ് ഇട്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ മൊബൈൽ ഏകദേശം എല്ലാം വെള്ളം നിറഞ്ഞ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം മുന്നിൽ കാണുന്ന ആൾക്കാരെ ഞങ്ങൾ പിടിച്ച് ബോട്ടിലേക്ക് കരക്കടുപ്പിക്കുകയും ബാക്കിയുള്ളവരെ കയ്യിലും കൂടെ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു. അതിൽ കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഒരു 10-12 പേരെ ഞങ്ങൾ 5 പേര് രക്ഷപ്പെടുത്തി നിർത്തിയിരുന്നു. പലരുടെയും ജീവനറ്റ ശരീരമാണ് രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത്. മരിച്ച 22 പേരിൽ 13 കുട്ടികളാണ്. സർവീസിന് പോണ ബോട്ട്, ഹൗസ് ബോട്ട് പോണ സർവീസിന് വരുന്ന ഒരു ബോട്ട് ഇത് വരുന്ന ടീം അറിഞ്ഞ് അവർ റിട്ടേൺ പോയി അവരെ ഇറക്കിയതിൻ്റെ ശേഷം മറ്റ് ബോട്ടും കൂടി ആദ്യം വന്നത് അവിടെ തന്നെ എൻ്റെ കൂടെയുള്ള 4 സ്ത്രീകളെയും ഞാൻ ഈ ബോട്ടിലേക്ക് കയറ്റി. ബാക്കി ഇവരും കയറ്റി. കുട്ടികളുണ്ടായിരുന്നു. 3 കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. 5 TDRFിൻ്റെ മെമ്പർമാരാണ്. ഞങ്ങൾക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിനൊക്കെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഫസ്റ്റ് ബോട്ടിലേക്ക് കയറ്റി 3 കുട്ടികളുണ്ടായിരുന്നു. 3 കുട്ടികളെ ഞാൻ CPR മാക്സിമം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കരയിലെത്തി. പക്ഷേ അവർ 2 പേരെ ഏകദേശം ശ്വാസം വന്ന പോലെ തോന്നിയിരുന്നു. ഒരു കുട്ടിക്ക് തീരെ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ആംബുലൻസ് വന്ന് കൊണ്ടുപോയത്, അവരെങ്ങനെയാണ് ആരാണെന്നൊന്നും ഞങ്ങൾക്ക് പിന്നെ അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇവരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആ ബോട്ടിൽ നിന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വെയിറ്റ് താങ്ങാൻ കാല് ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ കുടുങ്ങി ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട് പരിക്ക്. എല്ലാവർക്കും ഇന്നലെ രാത്രിയൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലായില്ല. രാവിലെ കഴിഞ്ഞതിന് ശേഷം കാലിന് നീര് വരും, നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണിച്ചത്. ഞാൻ കാല് ഡ്രസ്സ് ചെയ്തിട്ട് എക്സ്റേ എടുത്തപ്പോൾ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. സജീവമായിട്ടുണ്ട്. കാരണം ഞങ്ങളൊരു പ്രവർത്തനം അതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വയം പരിക്ക് വന്നാലും മറ്റെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാത്തിനും ഇതിനെ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണ്. അവശേഷിക്കുന്നവരിൽ 6 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെടുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ പലർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പുഴയിൽ മുങ്ങിത്താഴുന്ന ജീവിതങ്ങളെ കരക്കെത്തിക്കാനുള്ള വ്യഗ്രതയിൽ ഇതൊന്നും ആരും വകവെച്ചില്ല. 37 യാത്രക്കാരുടെ വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നത്. ഇവർ 22 പേരാണ് മരണപ്പെട്ടത്. ഒരുപക്ഷെ താനൂരുകാരുടെ അവസരോചിത രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ മരണം ഇതിലും കൂടുമായിരുന്നു.